ഇന്ത്യയിൽ പെട്രോൾ വില നയാ പൈസ പോലും കുറയാതെ നിൽക്കാൻ തുടങ്ങിയിട്ട് 500 ദിവസം പിന്നിട്ടു. 500 ദിവസം മുൻപ് കുറഞ്ഞത് 2 രൂപയാണ്. അത് 2024 മാർച്ച് മാസം 15-ന്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് 4 ദിവസം മുൻപാണ് 2 രൂപ കുറച്ചത്. ആ 2 രൂപയുടെ കുറവ് അവഗണിച്ചാൽ 2022 മെയ് മാസം 22-നു ശേഷം വില മാറിയിട്ടേയില്ല. അതായത് തിരഞ്ഞെടുപ്പിന് മുൻപ് 2 രൂപ കുറച്ചതൊഴിച്ചാൽ 1200 ദിവസമായി പെട്രോൾ വില മാറ്റമില്ലാതെ തുടരുകയാണ്. ഈ 3 വർഷവും 4 മാസവും കൊണ്ട് ആഗോള വിലയിലുണ്ടായ മാറ്റം അറിയാമോ? ഒരു വീപ്പയ്ക്ക് $116 നിന്ന് $65 കുറഞ്ഞു. രാജ്യാന്തര വില പകുതിയോളം കുറഞ്ഞിട്ടും 1 രൂപയുടെ പോലും കുറവ് ഇന്ത്യയിലെ പൗരന്മാർക്ക് ലഭിക്കുന്നില്ല. ലോകത്ത് ഒരു രാജ്യത്തും ഇങ്ങനെ വില കയറ്റി നിർത്തിയിട്ടില്ല. വിപണി വില അനുസരിച്ച് ഏറുകയും കുറയുകയും ചെയ്യുന്ന ഫ്ലോട്ടിംഗ് നിരക്കാണ് എല്ലായിടത്തും ബാധകമായിട്ടുള്ളത്. രാജ്യാന്തര വില $128 നിൽക്കുമ്പോൾ നിശ്ചയിച്ച വിലയിലാണ് ഇന്ത്യയിൽ മാത്രം വിൽപ്പന. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുകയാണ്. 500 ദിവസമായി പെട്രോൾ വില മാറാത്ത ഇന്ത്യ. ലളിതമായി പറഞ്ഞാൽ കഥ ഇങ്ങനെയാണ്. 2022 മെയ് മാസം 22-ന് ഇന്ത്യക്ക് ബാധകമായ പെട്രോളിയം വില വീപ്പയ്ക്ക് $116. ഇപ്പോൾ രാജ്യാന്തര വില വീപ്പയ്ക്ക് $64.8. ഈ കാലത്തിനിടയ്ക്ക് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുണ്ടായ 2 രൂപയുടെ കുറവല്ലാതെ ഇന്ത്യയിൽ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല. ലോകത്ത് ഇങ്ങനെ ഒരു രാജ്യത്തും സ്ഥിരമായി വില നിൽക്കാറുമില്ല. വില മാറാതെ നിന്നാൽ ഒരു പ്രതിഷേധവും ഉണ്ടാകാത്ത രാജ്യവും ഇന്ത്യയല്ലാതെ വേറൊന്നുമില്ല. ഇവിടെ ജനത ഈ കൊള്ളയോട് പരുവപ്പെട്ട് കഴിഞ്ഞു. ഇതിനാണ് ഇഞ്ചിഞ്ചായി കൊല്ലുക എന്ന് പറയുന്നത്. ഇതൊരു കൊലപാതകമാണെന്ന് പറയാൻ ഒരു കാരണമുണ്ട്. കാരണം ഇവിടെ പണം എവിടെ നിന്ന് വരുന്നതാണ്? നമ്മൾ ഓരോരുത്തരുടെയും ബുദ്ധിയും കായബലവും ഉപയോഗിച്ച് നയിച്ചുണ്ടാക്കുന്ന കാശാണ്. ആ പണമാണ് ഒരു മയവുമില്ലാതെ പെട്രോളിയം കമ്പനികൾ വഴി ഊറ്റിയെടുക്കുന്നത്. രാജ്യത്ത് വാർഷിക വരുമാനം 12 ലക്ഷം കടന്നവർക്കേ നികുതിയുള്ളൂ എന്നൊക്കെ വെറുതെ തള്ളുന്നതാണ്. ഇവിടെ പണിയെടുക്കാൻ വഴിയിൽ ഇറങ്ങുന്ന ഓരോരുത്തരും നികുതി കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. 1 ലിറ്റർ പെട്രോളിന് നികുതി മാത്രം 43 രൂപയാണ്. പെട്രോളിയം കമ്പനികൾക്ക് ലഭിക്കുന്ന ശരാശരി ലാഭം 3 രൂപയാണ്. കേന്ദ്ര സർക്കാരിന് ആ ലാഭത്തിന്മേൽ ലഭിക്കുന്ന ആദായ നികുതി വേറെയും. ഓരോ ലിറ്റർ പെട്രോൾ അടിക്കുമ്പോഴും 50 രൂപയിലധികമാണ് സർക്കാരിന് തള്ളിക്കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. കുടുംബത്തിന് വേണ്ടിയാണ് പണിയെടുക്കുന്നതെന്നാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ ഇന്ത്യയിലെ ജനത സർക്കാരിന് വേണ്ടിയാണ് പണിയെടുക്കുന്നത്. ഇങ്ങനെ പണിയെടുക്കുന്നവർ ലോകത്ത് വേറൊരിടത്തും കാണാനും പറ്റില്ല. പാടത്തൊരു ട്രാക്ടറോ ഡ്രില്ലറോ ഓടുമ്പോഴും, യന്ത്രക്കപ്പൽ ചലിക്കുമ്പോഴും, കൊയ്ത്തന്ത്രം പ്രവർത്തിക്കുമ്പോഴും, മെതിയന്ത്രം അനങ്ങുമ്പോഴുമൊക്കെ സമാനമായ നിരക്കിൽ പണം സർക്കാരിലേക്ക് വന്ന് വീണുകൊണ്ടേയിരിക്കുകയാണ്. ഏത് ജോലി ചെയ്യുന്നവരും നേരിട്ടോ അല്ലാതെയോ ഈ പണം സർക്കാരിന് കൊടുക്കുന്നുണ്ട്. പച്ചക്കറിയുമായി ഒരു ട്രക്ക് തമിഴ്നാട്ടിൽ നിന്നോടി കേരളത്തിലേക്ക് എത്തുമ്പോൾ തന്നെ ആയിരങ്ങളാണ് ഡീസൽ നികുതിയായി കൈമാറുന്നത്. ഇവിടെ നിന്ന് കുരുമുളകും ഏലവും റബ്ബറും തേയിലയും കാപ്പിയും തേങ്ങയും നെല്ലും ഒക്കെ കയറിപ്പോകുമ്പോഴും സ്ഥിതി ഇതുതന്നെയാണ്. ഒരു വീട് പണിയാൻ 100 ചാക്ക് സിമന്റ് വാങ്ങിയാൽ അതിന്റെ വിലയിലെ 30% വരും ട്രാൻസ്പോർട്ടേഷൻ ചാർജ്. കമ്പിക്കും കല്ലിനും ഇഷ്ടികയ്ക്കും ഒക്കെയും അങ്ങനെ തന്നെയാണ്. ന്യായമായ ലാഭം മാത്രം എടുത്താൽ ഇന്ത്യയിൽ സകലമാന വസ്തുക്കൾക്കും 10% വില കുറയാൻ ഈ ഒരു ഇനം കൊണ്ട് മാത്രം കഴിയും. പ്രത്യക്ഷ നികുതികൾക്കും പരോക്ഷ നികുതികൾക്കും പുറമെ പാമര നികുതിയും ഇന്ത്യയിൽ ഉണ്ടെന്ന് പറയേണ്ടി വരും. പാമരന്മാർ വരെ നികുതി കൊടുക്കേണ്ടി വരുന്നത് ഈ വിലയ്ക്ക് പെട്രോളും ഡീസലും ഉപയോഗിക്കാൻ നിർബന്ധിതരാകുന്നത് കൊണ്ടാണ്. കേന്ദ്ര സർക്കാരിന്റെ ഖജനാവിലേക്ക് ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം എത്തിയത് എത്ര രൂപയാണെന്നറിയാമോ? 4,15,184 കോടി രൂപ. 10 വർഷം മുൻപ്, അതായത് 2014-15 കിട്ടിയിരുന്നത് 1,72,065 കോടി രൂപയാണ്. അതായത് 10 വർഷം കൊണ്ട് കേന്ദ്ര ഖജനാവിലേക്കുള്ള വരവിൽ 140% വർധനവ്. സംസ്ഥാന സർക്കാരുകൾക്കുമുണ്ട് വരവിൽ ഈ സമാനമായ വളർച്ച. എല്ലാ സംസ്ഥാനങ്ങൾക്കുമായി ഇക്കഴിഞ്ഞ വർഷം കിട്ടിയത് 3,25,583 കോടി രൂപയാണ്. 10 വർഷം മുൻപ് കിട്ടിയത് 1,60,554 കോടി രൂപയും. സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് നികുതി കൂട്ടിയില്ലെങ്കിലും വില കൂടും. കാരണം കേന്ദ്ര നികുതി ഉൾപ്പെടെയുള്ള വിലയിലാണ് സംസ്ഥാനങ്ങളുടെ വാറ്റ് വരുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കായി പെട്രോളും ഡീസലും വിറ്റ് ആകെ കിട്ടിയ നികുതി 7,40,764 കോടി രൂപയാണ്. ലാഭത്തിലെ ഡിവിഡൻഡായി പെട്രോളിയം കമ്പനികൾ ഇക്കഴിഞ്ഞ വർഷം കേന്ദ്ര സർക്കാരിന് കൊടുത്ത തുക അറിഞ്ഞാൽ തന്നെ ഞെട്ടിപ്പോവും. 22,094 കോടി രൂപ ലാഭവിഹിതമായി കേന്ദ്ര സർക്കാരിന് ലഭിച്ചതാണ്.
ഈ തുക മുഴുവൻ രാജ്യത്തെ അതിദരിദ്രർ മുതൽ വയോധികർ വരെയുള്ളവരിൽ നിന്നും പിടിച്ചു വാങ്ങുന്നതുമാണ്. ഈ ഉയർന്ന വില കണക്കിലെടുത്താൽ പോലും ഇന്റർനാഷണൽ തട്ടിപ്പ് സംശയിക്കുന്നവരുണ്ട്. വില കണക്കാക്കാൻ ഉപയോഗിക്കുന്നത് ഇന്ത്യൻ ബാസ്ക്കറ്റിലെ നിരക്കാണ്. ഇന്ത്യൻ ബാസ്ക്കറ്റ് എന്നാൽ ഒമാൻ, ദുബായ് ശരാശരി വിലയും അസംസ്കൃത എണ്ണയുടെ രാജ്യാന്തര വിലയും ചേർന്ന് വരുന്നത് 78%. ഇന്ത്യയിൽ ശുദ്ധീകരിച്ചെടുക്കുന്നതിന്റെ വില 22%. ഇത് രണ്ടും ചേർത്തെടുക്കുന്നതാണ് നമ്മുടെ വില. ഒമാനിൽ നിന്നും ദുബായിൽ നിന്നും ഒക്കെ ഇപ്പോ ഇന്ത്യയുടെ വാങ്ങൽ നാമമാത്രമാണ്. 2.5 വർഷമായി 40% വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ്. ആ വില ഈ കണക്ക് പുസ്തകത്തിന്റെ പരിസരത്ത് പോലുമില്ല. റഷ്യയാണെങ്കിൽ ഇന്ത്യക്കും ചൈനയ്ക്കും കുറഞ്ഞ വിലയ്ക്കാണ് ഇന്ധനം നൽകുന്നതും. രാജ്യാന്തര ബ്രന്റ് എണ്ണയുടെ വില $64 പരിസരത്ത് നിൽക്കുമ്പോഴും ഇന്ത്യൻ ബാസ്ക്കറ്റിലെ വില $79 എന്നാണ് കേന്ദ്ര സർക്കാർ കാണിക്കുന്നത്. രാജ്യാന്തര വിലയേക്കാൾ $15 ഒക്കെ കൂട്ടി ഇന്ധനം വാങ്ങുന്നുവെന്ന് പറയുന്ന രാജ്യം ലോകത്തെങ്ങുമില്ല. ഈ വിലയുടെ കൂടെ ഇന്ത്യയിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വേറെയും കാണിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി ഓർക്കണം. എങ്ങനെ ലാഭം കണക്ക് കൂട്ടിയാലും 70 രൂപയ്ക്ക് കിട്ടേണ്ട പെട്രോളിനാണ് നമ്മൾ ഈ തിരുവനന്തപുരത്ത് 107 രൂപ 33 പൈസയും, കൊച്ചിയിൽ 105 രൂപ 49 പൈസയും, കോഴിക്കോട് 106 രൂപ 22 പൈസയും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും സഹിഷ്ണുതയുള്ള ജനത ലോകത്ത് വേറൊരിടത്തും നമ്മളല്ലാതെ കാണില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. ഇനി നാളെ മറ്റൊരു വിഷയമായി വീണ്ടും ഇതേ സമയം. നമസ്കാരം.